ഹലോ ഗൈസ്, നമുക്കൊരു ടീനേജർ മേക്കപ്പ് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഓൾറെഡി സ്കിൻ പ്രപ്പ് ചെയ്യുന്നുണ്ട്. ടോണർ, ഇത് റോസ് വാട്ടർ ടോണർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. സ്കിൻ എന്തായാലും പ്രപ്പ് ചെയ്യുക, വേറൊന്നുമില്ല. ആകെ 3 സ്റ്റെപ്പ്. ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. പോൺസിൻ്റെതായ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ, സ്കിന്നിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം. എൻ്റെ സ്കിന്ന് ഭയങ്കര ആക്നെ പ്രോണാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് പോൺസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഫിക്സ് ഡെർമയുടെയാണ്. അതൊരു കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചെറിയ ബോട്ടിലിന് തന്നെ അറൗണ്ട് 300 സംതിങ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 2 ഓപ്ഷനാണ് വെക്കുന്നത്. ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കൺസീലർ, പിന്നെ ഇതൊരു ലൈറ്റ് ഫൗണ്ടേഷനാണ്. ഒക്കേഷണലി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും ചുണ്ടിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തേക്കാണ്. ഇപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യേണ്ട. അതിൻ്റെ ഇടയിൽ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണെന്ന് തോന്നുന്നു ഐബ്രോ പെൻസിൽ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഐബ്രോ പെൻസിലിൽ തന്നെ സ്പൂലി ഉള്ളതാണ്. എൻ്റെ സ്പൂലി ഒടിഞ്ഞു പോയി. അപ്പോൾ സ്പൂലി ഉള്ളതാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അത് അത്രയൊന്നുമില്ല, ഒരു 100 രൂപയുടെ താഴെ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം അത് വെച്ചിട്ടാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ചെറിയൊരു കവറേജ് ഉണ്ട് എന്നല്ല, അത്ര മതി. പിന്നെ ഓവറായിട്ട് നമ്മൾ മീൻസ് ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. പിന്നെ പൗഡർ നിങ്ങൾക്ക് സാധാരണ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എനിക്ക് മുഖത്തോട്ട് തീരെ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അതിന് പകരം കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് ലാക്മേയുടെ, അതുപോലെ മേബിലിൻ്റെ ഒക്കെ നല്ല കോമ്പാക്ട്സ് കിട്ടും. പിന്നെ ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് 100 രൂപയുടെ മറ്റേ സെറ്റൊക്കെ കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു 300 അറൗണ്ട് വരുന്നൊരു ബ്രഷാണ്. ഇത് വേണമെന്നൊന്നുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ മറ്റേ ഇത് യൂസ് ചെയ്യില്ലേ, തുണി യൂസ് ചെയ്യില്ലേ, അതായാലും മതി. പിന്നെ ഇത് മാർസിൻ്റെ ഒരു ഷാഡോ പാലറ്റാണ് ഞാൻ കാണിച്ചു തന്നത്. അത് നല്ല ഒരു എല്ലാ കളേഴ്സും ഉണ്ട്. ഒരു അറൗണ്ട് 300 തന്നെ വരുന്നുള്ളൂ. അതാണെങ്കിൽ ഫുൾ നിങ്ങൾക്ക് ഏത് ലുക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നിരിക്കാനായിട്ട് ബ്ലഷ് നല്ലതാണ്. പിന്നെ ഇതുപോലെ ഇടണമെന്നൊന്നുമില്ല. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ പരിപാടിയും ഒരുമിച്ച് തീരും. പിന്നെ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സ്കിന്നിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു W പോലെ വരച്ചെടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ണിലേക്കും കവിളിലേക്കും ഒരുമിച്ചാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു തുണി വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ആ പൗഡർ, ബാക്കിയുള്ള പൗഡറാണ് ചെയ്യുന്നത്. കഴുത്തിലും ആ പൗഡർ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് 2 ഐലൈനറാണ്. ഒന്ന് ഫേസസ് കാനഡയുടെ, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഒന്ന് സുതിയോടെ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു ബോണ്ടാണ്, അതായത് പോലെ. പിന്നെ അതിനൊരു ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്റർ. പിന്നെ ഇതാണ് ഫേസസ് കാനഡയുടെ, നല്ല നീളമുള്ള ടിപ്പാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് ഞാൻ പിന്നെ ഫുള്ളങ്ങനെ വാലിട്ട് ഫുള്ള് മറ്റേ താഴെ മുകളിലും ഒക്കെ എഴുതുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ലേ, വാലെഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതാകുമ്പോൾ കണ്ണെഴുതിയിട്ടുമുണ്ട് എന്നാൽ ഒരു ഭംഗിയുണ്ട്. പിന്നെ മസ്കാര ഒന്നെങ്കിൽ ഐലൈനർ വെച്ചിട്ട് തന്നെ മസ്കാര ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു മസ്കാരയാണ്. പിന്നെ ഇതുപോലത്തെ ലൈറ്റ് കുറച്ചൊരു നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ലൈറ്റായിട്ടുള്ള, അതായത് എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡാണിത്. പിന്നെ ഞാൻ പുറത്തു കൂടെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു പൊട്ടും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ മതി ആക്ച്വലി നമുക്ക് ഒരു നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട്. ഈ കൺസീലർ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മീൻസ് കുരുവൊക്കെ വരുന്ന ആ ഒരു ടൈമാണല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു താല്പര്യത്തിന് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. പിന്നെ ബ്ലഷും ലിപ്സ്റ്റിക്കും കണ്ണും കൂടി എഴുതി കഴിഞ്ഞാൽ മതി, അത്ര തന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചിരുന്നുണ്ട്. ഇത് എല്ലാവരും കോമൺ ആയിട്ട് കിട്ടുന്നൊരു ഹെയർ സ്റ്റൈലാണ്, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ കുറച്ച് ഭംഗിയുള്ള, എന്താ പറയുക, ഒരു ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ മുടി കെട്ടണ പോലെ എപ്പോഴും മുടി കെട്ടാതെ
ഇടയ്ക്കൊക്കെ ഒന്നൊരു ചേഞ്ചൊക്കെ ആവട്ടെ. പിന്നെ കുട്ടികളെ പോലെ തോന്നണം. മീൻസ് ചുരിദാറൊക്കെ ഇട്ട് വലിയ ആൾക്കാരെ പോലെ അങ്ങനെ നടക്കുന്നു വേണ്ട. ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകൾ അങ്ങനത്തെയൊക്കെ ഇടുക. അപ്പോൾ ഞാൻ ഹെയർ ഇതാ സിമ്പിളായിട്ടാണ് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. 2 സൈഡിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, സ്ലൈഡ് കുത്തി കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ 2 സ്ട്രാൻഡ്സ് ഇടണം എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ അത് ഇടുമ്പോൾ ഒരു രസമാണ്, അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഹെയർ ഇതുപോലെ 2 സൈഡിലും അങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി 2 സൈഡിലെ ഹെയറും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിൽ കുറച്ചും കൂടി മുടി ബാക്കിയുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ഇയറിങ്, ഒരു സ്റ്റഡും കൂടി ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഇതുപോലെ ഹെയർ സ്റ്റൈലും ഇതുപോലെ ഒന്ന് മേക്കപ്പും ചെയ്ത് നോക്കൂ. നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ആണ്. പിന്നെ പ്രൊഡക്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. കണ്ട ബ്ലഷ് ഇടുമ്പോൾ ഒരു രസമാണ്. ബ്ലഷ് നിങ്ങൾക്ക് ഈ ഞാൻ കാണിച്ചെന്ന ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ടായാലും ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.